ജീവിതത്തിൽ അങ്ങും ഇങ്ങും എത്താതെ പോയ ഒട്ടനവധി ആളുകളുണ്ട്. ഒരുപാട് സ്വപ്നം കൊണ്ടു നടന്നിട്ട് അവസാനം എങ്ങും എത്താതെ പോയവർ. ഒരുപക്ഷെ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടോ മടി കൊണ്ടോ അലസത കൊണ്ടോ ഒന്നുമായിരിക്കില്ല അവർ ജീവിതത്തിൽ സീറോ ആയിട്ട് മാറിയത്. പലവട്ടം ശ്രമിച്ചിട്ടുണ്ടാവാം, പലവട്ടം ആഗ്രഹിച്ചിട്ടുണ്ടാവാം, എന്നും എങ്ങും എത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. എങ്കിലതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ: ആത്മവിശ്വാസത്തിൻ്റെ കുറവ്. പലവട്ടം ശ്രമിച്ച് നടക്കാതെ വന്നപ്പോൾ മനസ്സ് തകർന്നു പോയതും പിന്നീട് ശ്രമിക്കാത്തതും അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാവാം. ആത്മവിശ്വാസം എന്നാൽ നാം നമ്മളിൽ തന്നെ കൊടുക്കുന്ന ധൈര്യമാണ്. എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും നാം നമ്മളിൽ തന്നെ ധൈര്യം കൊടുക്കുമ്പോൾ ആ കാര്യം വളരെ എളുപ്പമുള്ളതായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ കോൺഫിഡൻ്റായിട്ട് ബിഹേവ് ചെയ്യാനും സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് നാം എപ്പോഴും ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയിട്ട് നാം എപ്പോഴും കംഫർട്ടബിളായിട്ടിരിക്കണം. ഏത് വസ്ത്രമാണോ ധരിച്ചിരിക്കുന്നത് അതിൽ നാം കംഫർട്ടബിളായിട്ടിരിക്കണം. ഏത് ഹെയർ സ്റ്റൈലാണോ എടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ കംഫർട്ടബിളായിരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കാര്യത്തിലും കംഫർട്ടബിളായിട്ടിരിക്കണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസം തരുന്ന മോട്ടിവേഷണൽ വീഡിയോസ് കാണുക. നിങ്ങളെ മോട്ടിവേഷൻ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ള വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ഉപദേശം തേടുക. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, കസിൻസ് ആയിരിക്കാം, പേരൻസ് ആയിരിക്കാം. അവർ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കംഫർട്ടബിൾ ആവും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ വ്യക്തിയെ വിളിച്ചോ അല്ലെങ്കിൽ നേരിട്ടോ നിങ്ങൾ സംസാരിക്കുക. പിന്നെ മോട്ടിവേഷണൽ വീഡിയോസ് കാണുക. ഇതൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഏതവസ്ഥയിലും ഫ്രഷ് മൈൻഡ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് അതിന് പറ്റുന്ന ഒരു സെൻറ്റൻസ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഓൾ ഈസ് വെൽ, കൂൾ ഡൗൺ, അതുപോലെ ഐ ആം ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ വേർഡ്സ്. അതുകൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം വർദ്ധിപ്പിക്കാനായിട്ട് കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വാക്ക് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് എപ്പോഴേലും അൺകോൺഫിഡൻ്റ് ആയിട്ട് തോന്നുമ്പോൾ ആ സെൻറ്റൻസ് നിങ്ങളെ നോർമലായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ആ സെൻറ്റൻസിന് അത് സാധിക്കും. അപ്പോൾ ഇതൊക്കെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനുള്ള ചെറിയ പോയിൻറ്റ്സാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.